കഷ്ടതയുടെ മധ്യേ വിടുതൽ. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. 91-ാം സങ്കീർത്തനം 15-ാം വാക്യം. ദൈവം നമ്മെ വിടുവിക്കുന്നതിന് 2 വിധമുണ്ട്. 1, കഷ്ടത്തിൽ നിന്ന് വിടുതൽ. 2, കഷ്ടത്തിനകത്തുനിന്ന് വിടുതൽ. ഈ 2 അനുഭവങ്ങളും 91-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെല്ലാം കർത്താവ് നമ്മെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നു, അല്ലെങ്കിൽ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ 15-ാം വാക്യം ഇംഗ്ലീഷ് പരിഭാഷയിൽ കഷ്ടത്തിനകത്തുനിന്ന് കർത്താവ് വിടുതൽ നൽകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടത്തിനകത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. കഷ്ടത്തിൽ നിന്നും ദൈവം വിടുവിക്കുന്നതും കഷ്ടത്തിനകത്തുനിന്ന് വിടുവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു കഷ്ടമോ പരീക്ഷയോ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുവാനും മാനിക്കുവാനും ആഗ്രഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. കഷ്ടത്തിനകത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. വിടുവിക്കുന്നതോടുകൂടെ ആത്മീയ ഉയർച്ചയും വരുന്നു. ശദ്രക്, മേശക്, അബദ്നഗോ എന്നിവർ തീയിൽ വീഴാതവണ്ണമല്ല, തീക്കകത്തുനിന്നുമാണ് വിടുവിക്കപ്പെട്ടത്. തീയിലേക്ക് എറിയപ്പെട്ട ശേഷം അവരെ ദൈവം വിടുവിച്ചു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബദ്നഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എന്ന് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുന്നു. സിംഹങ്ങളുടെ ഗുഹയിൽ വീഴാതെ ദാനിയേലിനെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. എന്നിരുന്നാലും അതിലേക്ക് എറിയപ്പെടുവാൻ, കഷ്ടത്തിനകത്ത് ആകുവാൻ ദൈവം അനുവദിച്ചു. അതിനുശേഷം അവനെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്തു. പിന്നീട് രാജാവ് ദാനിയേലിനെ വളരെയധികം മാനിക്കുകയും ദാനിയേലിന്റെ ദൈവമാണ് എല്ലാവരും വണങ്ങുവാൻ യോഗ്യനായ ദൈവം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. യോസേഫിനെ പൊട്ടക്കുഴിയിൽ ഇടുകയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവൻ മാനിക്കപ്പെട്ട് മിസ്രയീമിന്റെ മേലധികാരിയായി ഉയർത്തപ്പെട്ടത്. മൊർദെഖായി വലിയ കഷ്ടത്തിലാകുകയും രാജാവ് അവന്റെ ജനത്തെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എങ്കിലും ആ കഠിനമായ കഷ്ടത്തിനകത്തുനിന്ന് ദൈവം അവനെ വിടുവിച്ച ശേഷം ആ മഹാസാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തി. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കഠിനമായ കഷ്ടത്തിലായിരിക്കാം. ധൈര്യമായിരിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തിയ സത്യത്തിന് വിശ്വസ്തരായിരിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ട ശേഷം കർത്താവ് നിങ്ങളെ വിടുവിക്കുകയും ഉയർത്തുകയും ചെയ്യും.